നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള യാത്ര എല്ലാ മുന്നണികളും വേഗത്തിലാക്കിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ ഒരുക്കങ്ങൾ വയനാട്ടിൽ നടക്കുമ്പോൾ മറുഭാഗത്ത് CPM-നകത്ത് നടക്കുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് അത്ര ആശാവഹമായിട്ടുള്ള കാര്യമല്ല. ശബരിമല വിഷയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാക്കി എന്ന സത്യം CPM-ന്റെ നേതാക്കന്മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കന്മാരുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ ശബരിമല തോൽവിയുടെ ഒരു കാരണമേ അല്ല എന്ന് തുടർച്ചയായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി CPM-ന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ശ്രീ MA ബേബി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, പ്രസ്താവനകളിൽ നിന്ന് മാറി നിൽക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് MA ബേബി ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന ചോദ്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മീഡിയ ഗ്രാമം തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിലേറ്റവും പ്രധാനമായി നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം, ജോൺ ബ്രിട്ടാസിൻ്റെ രാജ്യസഭ MP എന്നുള്ള രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ്, അദ്ദേഹം പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലി മാറിയതെല്ലാം MA ബേബിയെ ചൊടിപ്പിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം മീഡിയ ഗ്രാമം സൂചിപ്പിച്ചതാണ്. പക്ഷേ അതിനെതിരെ നിരവധിയായിട്ടുള്ള കമൻറ്റുകൾ ആ സ്റ്റോറിക്ക് താഴെ വരികയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, MA ബേബി പ്രതികരിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ട വാർത്തയെ തുടർന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അത് ഏറ്റെടുക്കുകയും സോണിയാഗാന്ധിയെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. പക്ഷെ ചരിത്രത്തിൽ ഇതാദ്യമായി തിരുവായ്ക്കെതിർവായി ഉണ്ടായിരിക്കുന്നു CPM-നകത്ത്. മുഖ്യമന്ത്രി സോണിയാഗാന്ധിയെ വിമർശിച്ച് രംഗത്തു വന്നു. ജോൺ ബ്രിട്ടാസ് ഈ ആയുധം മുഖ്യമന്ത്രിക്കായി നൽകി. പക്ഷേ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി വളരെ ശക്തമായി സോണിയാഗാന്ധിയെ അനുകൂലിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സോണിയാഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ദീർഘകാലമായി അവരുമായി വലിയ ബന്ധമുണ്ട്. അവരെ കുറേ നാളുകളായി എനിക്കറിയാം. ഇങ്ങനെ ചില ചെയ്തികളിലേക്ക് ഒരിക്കലും അവർ കടന്നു വരില്ല എന്ന കാര്യത്തിൽ തനിക്കുറപ്പുണ്ട്. ഈ വാക്കുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബിയാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ CPM-ന്റെ സംസ്ഥാന നേതൃത്വം കൊണ്ടു നടക്കുന്ന വിഷയങ്ങളെ വളച്ചൊടിക്കാൻ CPM-ന്റെ സംസ്ഥാന നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കെതിരെ തന്നെയാണ് MA ബേബി ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയനാണ് MA ബേബി. ബീഹാറിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ യാത്ര നടത്തുമ്പോൾ, വോട്ട് ചോറിക്കെതിരെ 16 ദിവസം നീണ്ടുനിന്ന യാത്ര നടത്തിയപ്പോൾ ആ യാത്രയിൽ പോലും പങ്കെടുത്ത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി CPM-ഉം നിറഞ്ഞു നിൽക്കണം എന്ന ചിന്താ പദ്ധതിയോടുകൂടി മുന്നോട്ട് വന്ന നേതാവാണ് MA ബേബി. ദില്ലിയിൽ നടക്കുന്ന ഒട്ടുമിക്ക ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിലും MA ബേബി ഒരു സ്ഥിരം ശ്രദ്ധാകേന്ദ്രമാണ്. അവിടെ വളരെ കൃത്യതയോടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ അദ്ദേഹം എപ്പോഴും മുന്നിട്ട് നിന്നിരുന്നു. ആ അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെയും നമ്മൾ കാണുന്നത്. ഒരു പ്രാദേശിക രാഷ്ട്രീയ വിഷയത്തിന് വേണ്ടി ഇന്ത്യയിൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കുന്തമുനയായി പ്രവർത്തിക്കുന്ന സോണിയാഗാന്ധിയെ വലിച്ചിഴക്കുന്നത് നരേന്ദ്രമോദിക്കും BJPക്കും വളമായി മാറും എന്ന രാഷ്ട്രീയ സത്യം മറ്റാരേക്കാളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുമ്പോഴും പിണറായി വിജയനെ എതിർക്കാൻ പാടില്ല എന്ന കാലങ്ങളായിട്ടുള്ള ഒരു അലിഖിത നിയമം, ആ നിയമത്തെ ലംഘിക്കാൻ MA ബേബി തയ്യാറായിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ജോൺ ബ്രിട്ടാസ് കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചില ദേശീയ വേർഷൻ, അത് CPM-ന് ഗുണകരമല്ല എന്ന്
താത്വിക ആചാര്യൻ കൂടിയായിട്ടുള്ള, ഒരുപക്ഷെ ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം ഇത്രയധികം താത്വികമായി കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള എം.എ. ബേബി പറഞ്ഞു വെക്കുന്നത്. എം.എ. ബേബിക്ക് ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്ത് CPM-ന്റെ അകത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ കാലത്തിന്റെ ചുമരെടുത്ത് വായിച്ച് BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറ പാറിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കാനാണ് ഇപ്പോൾ സാധ്യത. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വെറും 4 മാസം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനെ എന്ത് വില കൊടുത്തും തകർക്കണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ശൈലി CPM സ്വീകരിക്കുമ്പോൾ ആ CPM-ന്റെ കേരള ഘടകത്തെ ഒന്നാകെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് എം.എ. ബേബി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അത്രത്തോളം സ്വീകാര്യമായി CPM-ന് തോന്നാൻ സാധ്യതയില്ല. ഇവിടെ അഗ്നിശുദ്ധി വരുത്തിയിരിക്കുന്നത് സോണിയാഗാന്ധിയാണ്. ഒരു ഭാഗത്ത് നാഷണൽ ഹെറാൾഡ് വിഷയം ഉയർത്തിക്കാട്ടി, അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉയർത്തിക്കാട്ടി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ജയിലിൽ കയറ്റാൻ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തുന്ന ശ്രമങ്ങൾ, അതേ നാണയത്തിൽ തന്നെ CPM-നെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പ്രാദേശിക തലത്തിൽ, സംസ്ഥാന തലത്തിൽ സോണിയാഗാന്ധിയെ പ്രതിപട്ടികയിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് വന്നാൽ അത് സ്വാഭാവികമായും വിരൽ ചൂണ്ടുന്നത് ഇപ്പോൾ തന്നെ ആരോപണത്തിന്റെ കുന്തമുനയിൽ നിൽക്കുന്ന CJP അഥവാ CPM-BJP സഖ്യത്തിലേക്ക് തന്നെയായിരിക്കും. ഈ ഒരു ദീർഘവീക്ഷണമാണ് യഥാർത്ഥത്തിൽ എം.എ. ബേബിയെ കൊണ്ട് സോണിയാഗാന്ധിക്ക് അനുകൂലമായി ഇപ്പോൾ ഒരു പ്രസ്താവന നടത്താൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇതേത് രീതിയിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കാറ്റുവീശലായിരിക്കും CPM-നകത്തുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്ന് കാത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ എം.എ. ബേബി എന്ന മാന്യനായ രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ വിശുദ്ധി യഥാർത്ഥത്തിൽ BJP വിരുദ്ധതയാണ്, കോൺഗ്രസിനെ ചേർത്തു പിടിക്കുന്നതാണ്, സോണിയാഗാന്ധിയെ അഗ്നിശുദ്ധി വരുത്തുന്നതാണ്.